പാർലമെന്റ് സമ്മേളനം വർഷകാല സമ്മേളനം തുടരുകയാണ്. ഇന്നലെയൊക്കെ പാർലമെന്റ് വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നും ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷ തീരുമാനമായിട്ടുണ്ട്. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പാർട്ടി എംപിമാർ പ്രതിഷേധിക്കും. മഗർദ്വാറിൽ രാവിലെ 10:30 പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അരവിന്ദ്, പാർലമെന്റ് സമ്മേളനം ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമാകും. പാർലമെന്റിനകത്ത് മാത്രമല്ല പുറത്തും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭമുയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇന്ത്യ സഖ്യം ഒരുമിച്ച് തന്നെയാണോ ഈ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത്? പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചിട്ട് ഇന്ന് 4ാം ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസവും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും പ്രതിഷേധിച്ചിരുന്നത്. ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. 10:30 പാർലമെന്റ് കവാടത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. മഗർദ്വാറിൽ പ്രതിപക്ഷ എംപിമാർ അടക്കം ഒന്നടങ്കം എത്തിക്കൊണ്ട് അവിടെ കുത്തിയിരുന്നുകൊണ്ട് ഒരു പ്രതിഷേധം തന്നെ നടത്തും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അടക്കം ഒന്നടങ്കം സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. കൃത്യമായ ചർച്ച ഈ വിഷയത്തിൽ നടക്കണം. അല്ലെങ്കിൽ ഇത്തരം ഈ ബീഹാറിൽ ഇപ്പോൾ നടക്കുന്നത് അത് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അഴിമതിയാണ് നടക്കുന്നതെന്ന ആരോപണം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റു വിഷയങ്ങളും കൃത്യമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ അടക്കം കൃത്യമായ ചർച്ചകൾ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആ ആവശ്യം ഇതിനോടൊപ്പം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച നടക്കുക. 25 മണിക്കൂറാണ് ചർച്ചയ്ക്കായി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ 16 മണിക്കൂറും അതുപോലെ തന്നെ രാജ്യസഭയിൽ 9 മണിക്കൂറും ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് വിഷയങ്ങൾ, ഈ ബീഹാർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കുവാൻ കേന്ദ്ര സർക്കാരോ അതുപോലെ തന്നെ സ്പീക്കറോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസവും സഭാ നടപടികൾ ആരംഭിക്കുന്നു. അതേസമയം തന്നെ പിരിയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. 11 മണിക്ക് ആരംഭിച്ച് പിന്നീട് 12, 2, 4 മണിയിലേക്കൊക്കെ പിരിയുകയും പിന്നീട് അടുത്ത ദിവസത്തേക്കൊക്കെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട്. എന്തായാലും സമാനമായ രീതിയിലെ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ ചർച്ചകൾ നടത്തണമെന്ന് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ഇന്ന് 10:30 മഗർദ്വാറിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക.